മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് ആര്യ. ബഡായി ആര്യ എന്ന് പറയുമ്പോഴായിരിക്കും ആര്യയെ കൂടുതലും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മനസ്സിലാവുക. ബഡായി ബംഗ്ലാവ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് ആര്യയ്ക്ക് ബഡായി ആര്യ എന്നുള്ള പേര് ലഭിച്ചത്. നടിയായിട്ടും അവതാരകയായിട്ടും ശ്രദ്ധ നേടുന്ന ആര്യ ബഡായിക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. താരം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 2 ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു ആര്യ. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ആര്യ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ആര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷമാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. നിരവധി പേരാണ് ആര്യയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. ആര്യയുടെ ബോട്ടിക്കായ കാഞ്ചീപുരത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ളത്. അതിലെ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. നിരവധി പേരാണ് ആര്യയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. ആര്യയുടെ വിവാഹ വാർത്തകളൊക്കെ തന്നെയും പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു സിംഗിൾ മദർ ആയിട്ടുള്ള എന്റെ അവസാനത്തെ ഇന്റർനാഷണൽ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയും ഒരു അടിക്കുറിപ്പും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആര്യ പങ്കുവച്ചത്. അതന്ന് അത്രമാത്രം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു. ആര്യ അപ്പോൾ ഇനി സിംഗിൾ മദർ ആയിട്ടാകില്ലേ യാത്ര ചെയ്യുക, ആര്യ വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നൊക്കെയായിരുന്നു അന്ന് ആര്യയോട് ആരാധകരെല്ലാവരും തിരക്കിയത്. തൊട്ടു പിന്നാലെ ആര്യ അതിനൊരു മറുപടിയും നൽകിയിരുന്നു. മകൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ എനിക്കൊരു കൂട്ട് ആവശ്യമാണ്. അവൾ അവളുടെ തിരക്കുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതൊരു മനുഷ്യനും എന്നുള്ള നിലയ്ക്ക് ഞാനും ഒരു കൂട്ട് ആഗ്രഹിച്ചു പോകും എന്നായിരുന്നു ആര്യ തുറന്നു പറഞ്ഞത്. എന്നാൽ വിവാഹം ഉണ്ടാകുമോ, താൻ ആരെങ്കിലും പ്രണയിക്കുമോ എന്നൊന്നും ആര്യ ഇതേവരെ പറഞ്ഞിട്ടില്ല. എങ്കിലും ആര്യയ്ക്ക് വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് ആര്യ. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് ആര്യ കൂടുതലും ശ്രദ്ധ നേടിയത്. രമേശ് പിഷാരടി ആയിരുന്നു ആര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹ നടനായിട്ട് എത്തിയിരുന്നത്. ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ടായിരുന്നു ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിൽ അഭിനയിച്ചിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് മുകേഷ് കൂടെയായിരുന്നു. മൂവരും ചേർന്നുള്ള ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിക്ക് ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു. ബഡായി ബംഗ്ലാവ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് ബഡായി ആര്യ എന്നുള്ള പേരും ആര്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. പിന്നീട് അങ്ങോട്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആര്യ വെറും ആര്യയല്ല, ആര്യ ബഡായി ആയിരുന്നു.